ശൗലിൽ നിന്ന് പൗലോസിലോട്ടുള്ള മാറ്റം നടക്കുന്നത് ഈ 3 ദിവസത്തിനകത്താ. പ്രൈസ് ദി ലോർഡ്. ശൗല് പൗലോസായി മാറിയത് എങ്ങനെയെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് നടന്നതാണ് ഈ 3 ദിവസം. ഈ 3 ദിവസം ശൗലിന് കാഴ്ചയില്ല. ഈ 3 ദിവസം ശൗല് ആഹാരം കഴിച്ചിട്ടില്ല. ശൗല് മറ്റിടത്തും പോകുന്നില്ല. ശൗല് അവിടെ തന്നെ അടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുക. ഈ 3 ദിവസം ശൗല് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാതെ ക്ഷീണിച്ച് പകച്ചു നിൽക്കുമ്പോൾ അവിടെയാണ് ശൗലിനെ പൗലോസാക്കി മാറ്റുവാൻ സ്വർഗം തീരുമാനിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഇതുപോലുള്ള ചില സമയങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. എന്തുവാ ചെയ്യേണ്ടത്? വഴിയടഞ്ഞു പോയ ഒരു അവസ്ഥ, അടുത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ, അടുത്ത ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാതെ പ്രൈസ് ദി ലോർഡ് വീട്ടിൽ നിന്ന് കുതിരപ്പുറത്തേക്ക് കയറിവെച്ച് ദമസ്കസിൽ പോയി വിശ്വാസികളെ പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് യെരുശലേമിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുക, ജയിലിൽ അടയ്ക്കുക, അവരെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായിട്ട് ഇറങ്ങി വന്നതാ ശൗല്. എന്നാൽ ദമസ്കസിന്റെ വാതിക്ക വെച്ചിട്ട് കർത്താവ് അവനെ പിടിച്ചു. അവന്റെ കാഴ്ച പോയി. അടുത്ത 3 ദിവസം ശൗലിന് കാഴ്ചയില്ല. ആഹാരം കഴിക്കാതെ കാഴ്ചയില്ലാതെ ശൗൽ ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് ക്ഷീണിച്ച് അവശനായി. അവിടെ പറയുന്നുണ്ട്, യൂദായുടെ നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർശൂസുകാരനായ ശൗലിനെ അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യൂദായുടെ വീട്ടിൽ ശൗല് അവിടെ പാർക്ക് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനി അടുത്ത കാര്യം എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ആരുടെ സഹായം ചോദിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ശൗൽ ഒരു കാര്യം ചെയ്തു. ശൗൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ജോലിയുണ്ട്. ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ തമ്പുരാൻ എഴുന്നേൽപ്പിക്കേണ്ടവരെ എഴുന്നേൽപ്പിക്കും. തമ്പുരാൻ മറുപടി പറയേണ്ട വിധത്തിൽ മറുപടി പറയും. തമ്പുരാൻ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങളെ തമ്പുരാൻ അവിടെ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ തീർത്ത് കളയാനായിട്ട് പ്രൈസ് ദി ലോർഡ് ഹാമാൻ പ്ലാൻ ചെയ്തിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ ഇങ്ങനെ ഒരു ജനമുണ്ട്, അവരിന്ന് ശരിയാകത്തില്ല, അവരെ കൊന്നു കളയണമെന്നൊക്കെ പറഞ്ഞ് രാജാവിനെ കൊണ്ട് പ്രൈസ് ദി ലോർഡ് തീർപ്പൊക്കെ കൽപ്പിച്ച് പത്രത്തിലൊക്കെ ഒപ്പിടിച്ച് മേടിച്ചുകൊണ്ട് ഹാമാൻ നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതറിഞ്ഞപ്പോൾ മൊർദെഖായി പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് മകത്തിനകത്ത് ഭയങ്കര ഭാരം. എസ്തേറിനോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ ഈ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്തിന് വേണ്ടിയാ. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ദൈവം നിന്നോട് പൊറുക്കത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഈ വിഷയത്തിൽ ഇടപെടണം. എസ്തേർ പറഞ്ഞു, രാജാവ് വിളിച്ചിട്ടല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പകരം ഒരു കാര്യം ചെയ്യാം. എസ്തേർ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് രാജാവ് വിളിച്ചില്ലെങ്കിലും പോകാം. രാജാവ് വിളിക്കാതെ, രാജാവ് ചെങ്കോല് കാണിക്കാതെ അവിടോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണശിക്ഷ വരെ ലഭിക്കാം. മൊർദെഖായി പറഞ്ഞു, കുഞ്ഞെ നീ പൊക്കോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കറിയത്തില്ല നാളെ എന്തായി തീരുമെന്ന്. ഞങ്ങൾക്കറിയത്തില്ല അടുത്ത ദിവസം എങ്ങനെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞങ്ങൾക്കറിയത്തില്ല ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുമ്പോ, വഴിയടഞ്ഞു നിൽക്കുമ്പോ, അടുത്ത് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോ കർത്താവിന്റെ വചനം പറയുക, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രാർത്ഥിപ്പാൻ മറന്നു പോകരുത്. 11 12 വാക്യം വായിച്ചേ. നീ എഴുന്നേറ്റ് നേർവീഥി എന്ന ചെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർശൂസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. ഇവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവനാണോ? അല്ല. ദൈവസഭയെ മുടിച്ചു കളയാൻ വേണ്ടി അധികാരപത്രവും പിടിച്ചുകൊണ്ട് വന്നവനാ. ഇപ്പൊ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം പറഞ്ഞു, അവനിരുന്ന് പ്രാർത്ഥിക്കുക. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന്റെ കണ്ണില് ഇരുട്ട് ബാധിച്ചു, അവന് ബ്ലൈൻഡ്നെസ്, അന്ധത പിടിച്ചു, അവനിനി വഴി അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവനിനി എങ്ങോട്ടും പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവനൊരു തീരുമാനമെടുത്തു, എന്തായാലും ഇരുന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്തുവാന്ന് അറിയത്തില്ലെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ വഴി തെളിയുന്നില്ല എങ്കിൽ, നിങ്ങൾ അടുത്ത ചുവട് എന്തുവാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്. ദൈവപൈതലേ, നിങ്ങൾ ദൈവത്തോട് നോക്കി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിഷയങ്ങളിൽ ഇടപെടണം. പ്രൈസ് ദി ലോർഡ്. മൊർദെഖായി പറഞ്ഞു, നമുക്കൊരു ഉപവാസം പ്രസിദ്ധമാക്കാം. അടുത്ത 3 ദിവസം നമുക്കൊരു ഉപവാസം പ്രസിദ്ധമാക്കാം. ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ആ 3 ദിവസം കഴിയുമ്പോൾ അതുവരെ കേൾക്കാത്തൊരു വാർത്ത ആ ദേശത്തിൽ കർത്താവ് ചെയ്തു. രാജാവിന് ഉറക്കം വരാതെ, അവൻ രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ യഹൂദന്മാരുടെ ചരിത്ര പുസ്തകം കൊണ്ടുവരുവാൻ പറഞ്ഞു. ആ രാത്രിയിൽ സ്വർഗം അവനോട് ഇടപെട്ടു. യഹൂദന്മാർക്കുള്ള വിടുതല് ആ ദേശത്തുണ്ടായി.
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, ഏത് വിഷയമാണോ നിങ്ങളെ അലട്ടുന്നത്, അതുമായി ബന്ധപ്പെട്ടവരോട് സ്വർഗം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുവാ നടക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടപെടേണ്ടവൻ ഇടപെടും, എഴുന്നേൽപ്പിക്കേണ്ടതിനെ എഴുന്നേൽപ്പിക്കും, പറയേണ്ടവനോട് പറയും. പ്രൈസ് ദി ലോർഡ്. പ്രവർത്തിക്കേണ്ടവനെ പ്രവർത്തിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിഷയത്തിന്റെ പുറത്ത് ആരാണോ ഇടപെടേണ്ടത് അവൻ ഉറക്കമില്ലാതെ ആ രാത്രി എഴുന്നേറ്റ് നിന്ന് അവൻ പറയും, ആ വിഷയം എന്നെ അലട്ടുക, അവന്റെ വിഷയം എന്നെ അലട്ടുക, അവന്റെ വിഷയം എന്നെ അലട്ടുക. അടുത്ത ദിവസം വിളിച്ചു പറയുന്നത്, ഓ നിന്റെ വിഷയത്തിൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയാനായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിച്ചേ, 62-ാം സങ്കീർത്തനം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. എന്റെ ദൈവമുള്ളമേ, നീ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. ഓ അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരവും അവൻ തന്നെ. ഓ ഞാൻ കുലുങ്ങയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ സങ്കീർണക്കാരനായ ദാവീദ് പറയുക, എന്റെ ഉള്ളമേ നീ മൗനമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രത്യാശ ദൈവത്തിൽ നിന്ന് വരികയാ. ഈ ലോകത്തിലുള്ള ഒന്നിലും നിന്നുള്ള അല്ല നമുക്ക് മറുപടി വരേണ്ടത്, നമുക്ക് വരേണ്ടത് ഉയരത്തിൽ നിന്നാ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ചെയ്താൽ ഒരു ലിമിറ്റുണ്ട്, മനുഷ്യൻ കൂടെ നിന്നാലും ഒരു ലിമിറ്റുണ്ട്. കർത്താവ് ഇടപെട്ട് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അതിൽ അൺലിമിറ്റഡാ. അതെപ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവമക്കൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ യാക്കോബിനെ കാണുന്നുണ്ട്. പദ്ധനരാമില് പ്രൈസ് ദി ലോർഡ് ലാബാന്റെ വീട്ടിൽ നിന്ന് തന്റെ പ്രൈസ് ദി ലോർഡ് തനിക്കുള്ള സമ്പത്തുകളും തന്റെ ഭാര്യമാരും മക്കളും ദാസീദാസന്മാരും കഴുതകളും ഒട്ടകങ്ങളും ഒക്കെ ആയിട്ട് പ്രൈസ് ദി ലോർഡ് കനാനിലേക്ക് യാത്ര പുറപ്പെടുവാൻ ദൈവം കൽപ്പിച്ചതനുസരിച്ച് യാക്കോബ് വഴിയാത്ര ചെയ്ത് പുറപ്പെട്ടതാ. പുറപ്പെട്ട് പ്രൈസ് ദി ലോർഡ് യാബോക്ക് തീരത്തിന്റെ നമ്മളിന്ന് പകൽക്കാലം പാടി ആരാധിച്ചതുപോലെ യാക്കോബിനെ നമ്മൾ ഓർക്കുമ്പോൾ യാബോക്ക് കടവ് നമ്മൾ ഓർക്കും. യാബോക്കിലെത്തി. യാബോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഒഴിഞ്ഞതെന്ന. പ്രൈസ് ദി ലോർഡ്. യാബോക്കിലെത്തി കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യമാരെയും മക്കളെയും ബാക്കിയുള്ളവരെല്ലാവരെയും കടവിനപ്പുറത്തേക്ക് കടത്തി അയച്ചേച്ച് യാക്കോബ് തനിയെ ശേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് ഇനി എന്തുവാന്ന് അറിയത്തില്ല. താൻ മുന്നോട്ട് പോകുമ്പോൾ വഴിയാത്ര ചെയ്യുന്നിടത്താണ് തന്റെ ജ്യേഷ്ഠനായ ഏശാവ് ഉള്ളത്. ഒരുപക്ഷെ കൊന്നുകളയാം, തന്റെ സമ്പത്തുക്കൾ അപകരിക്കാം, തന്റെ ജീവനോട് പ്രൈസ് ദി ലോർഡ് കൊന്നുകളയാം. കാര്യം എന്തുവാ? അപ്പനെ പറ്റിച്ച് ജ്യേഷ്ഠനെ പറ്റിച്ച് പ്രൈസ് ദി ലോർഡ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവനാ. മടങ്ങി വരുന്നതും കാത്ത് ഏട്ടൻ ഇരിപ്പുണ്ട്. അവനറിയാം ഏശാവിന്റെ കൈ കിട്ടിയ കൊന്നുകളയും. അതുകൊണ്ട് പേടിച്ച് ഭയമരിച്ചു കയറുക. ഒരുപാട് പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തു. ആദ്യം കഴുതകളെ അയച്ചു, പ്രൈസ് ദി ലോർഡ് കുതിരകളെ അയച്ചു, കൂടെയുള്ള ആടുമാടുകളൊക്കെ ദാസീദാസന്മാരുടെ കയ്യിൽ കൊടുത്തയച്ചു. പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ കൊണ്ടുപോയി ഏശാവിന് കൊടുക്ക്. അവൻ അത് മേടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ എന്നെ സ്പെയർ ചെയ്യും, എന്നെ ഉപദ്രവിക്കത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ അടുക്കലേക്ക് ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് ഇതെല്ലാം മാനുഷികമായ എല്ലാ പദ്ധതികളും വിട്ട് കഴിഞ്ഞപ്പോ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. എന്റെ മാനുഷികമായ പദ്ധതികളുണ്ട്, വിജയം നടക്കത്തില്ല. എന്റെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ, എന്റെ വിഷയത്തിൽ മറുപടി വരണമെങ്കിൽ സ്വർഗം എന്റെ വിഷയത്തിൽ ഇടപെടണം. മാനുഷികമായ കണക്കുകൂട്ടലുകൾ ചില സമയങ്ങളിൽ നമുക്ക് തെറ്റും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇട്ട കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം, പ്രൈസ് ദി ലോർഡ്, തമ്പുരാന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, എൻ്റെ പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാനുഷികമായ പദ്ധതികൾ തെറ്റുമ്പോൾ തിരിച്ചറിയണം, ഇതെന്റെ പദ്ധതിയാണ് നടക്കുന്ന, തമ്പുരാന്റെ ഇഷ്ടമല്ല. തമ്പുരാന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അക്കരെ കടക്കാൻ പറഞ്ഞു. എല്ലാവരും അക്കരെ പോയി. ഇപ്പം യാക്കോബ് മാത്രം ഇക്കരെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒഴിഞ്ഞതെന്ന് അർത്ഥമുള്ള യാബോക്ക് കടവിന്റെ അടുക്കൽ യാക്കോബ് ഇരിക്കുക. യാക്കോബ് അവിടെ തനിച്ചിരുന്നപ്പോൾ അവൻ അങ്ങ് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുക, ഒരു ദൂതൻ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. സ്വർഗം തുറന്ന് ദൂതൻ ഇറങ്ങി വന്ന് അവനോട് മൽപ്പിടുത്തം നടത്തിയച്ച് അവനോട് ചോദിക്കുക, നിന്റെ പേരെന്തുവാ? പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറഞ്ഞു, എന്റെ പേര് യാക്കോബ് എന്നാ. എന്ന് പറഞ്ഞ എന്തുവാ? ഉപായി, ഉപായം ചെയ്യുന്നവൻ, ഉപായി എന്ന എന്റെ പേര്. അതാണ് എന്റെ പേര്, യാക്കോബ് എന്ന. ദൂതൻ പറഞ്ഞു, നീ മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു രാത്രി തനിക്കുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ യാക്കോബ് പ്രാർത്ഥിപ്പാൻ തയ്യാറായപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രൈസ് ദി ലോർഡ് ദൂതനോട് മല്ല് പിടിച്ചിട്ട് എന്തുവാ പറഞ്ഞിരിക്കുന്നത്? എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ
വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മൽപ്പിടുത്തം പിടിച്ച പ്രാർത്ഥനയാ. ഓ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല കർത്താവേ. നാളെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അടുത്ത നിമിഷം എന്താണെന്ന് അറിയത്തില്ല, ഇത്രയും നാളത്തെ അധ്വാനത്തിന് എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്റെ കൈ ഉള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, നാളെ പുലരുമ്പോൾ ഞാൻ എങ്ങനെയാ മറുപടി പറയാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ എല്ലാം മറുപടി അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുക. അതുകൊണ്ട് യാക്കോബ് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ശൗല് കാഴ്ച പോയിട്ട് 3 ദിവസം കൊണ്ട് യൂദായുടെ വീട്ടിൽ താമസിക്കുക. കാഴ്ചയുണ്ടോ? ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു, കാഴ്ചയുണ്ടോ? ഇല്ല. ശൗല് 3 ദിവസം കൊണ്ട് യൂദായുടെ വീട്ടിൽ താമസിക്കുക. അനന്യാസിന്റെ അടുക്കല് ദൂതൻ പോയിട്ട് പറയുക, യൂദായുടെ വീട്ടിൽ ആരുണ്ട്? ശൗലുണ്ട്, നീ പോയി അവനെ കാണണം. ദൈവം പ്രവർത്തിക്കുന്ന കണ്ടോ? ദൈവം പ്രവർത്തിക്കുന്ന കണ്ടോ? നിങ്ങൾ പറയും, എൻ്റെ കാര്യം അവരോട് ആരാ പറയുന്നത്? ആരും പറയണ്ട, സ്വർഗം പറയും. എന്റെ കാര്യം ആരാ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. മറ്റാരും പറയണ്ട. ആരും പറഞ്ഞില്ലെങ്കിലും സ്വർഗം അത് പറയും. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇടപെടുമ്പോ പ്രൈസ് ദി ലോർഡ്, മറ്റുള്ള തടസ്സങ്ങളെല്ലാം അതുപോലെ അങ്ങ് മാറിപ്പോകും. നോക്കിയേ, അവൻ പോയി ശൗലിന്റെ മേൽ കൈവച്ചിട്ട് പറയുക, ശൗലേ സഹോദര, കാഴ്ച പ്രാപിച്ച്, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളണം. ഒന്ന്, അനന്യാസ് വന്നിട്ട് ആദ്യം എന്തോ പറയുന്നേ? നീ കാഴ്ച പ്രാപിക്കണം. ദമസ്കസിലോട്ട് വരുന്ന വഴിയിൽ പ്രൈസ് ദി ലോർഡ് പെട്ടെന്ന് സൂര്യനേക്കാളും അതിശക്തമായ വെളിച്ചം ഇവന്റെ മേൽ അടിച്ചു കഴിഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ് അവന്റെ കണ്ണിലെ കാഴ്ച അങ്ങ് പോയി. അവനിപ്പോ കണ്ണ് കാണത്തില്ല. അവനോടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആലോചന 2 വന്നത്. 1, നിനക്ക് കാഴ്ച കിട്ടും. 2, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളണം. 1, നിനക്ക് കാഴ്ച കിട്ടണം. 2, നിനക്ക് പരിശുദ്ധാത്മ പൂർണ്ണനാകണം. നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്തുവാ? കർത്താവേ, എൻ്റെ ഈ വിഷയം മാറണം. ഓരോ ദിവസവും നമുക്ക് വിഷയങ്ങൾ മാറി മാറി വരുക. കർത്താവേ, എൻ്റെ വിഷയം മാറണം, എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി ഉണ്ടാകണം, എൻ്റെ സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹം ഉണ്ടാകണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ കല്യാണം നടക്കണം, അവരുടെ പഠനം നന്നായിട്ട് വരണം. അങ്ങനെ നമുക്ക് പല 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 വിഷയങ്ങളാ. എന്നാൽ അതിനെല്ലാം അപ്പുറമായി കർത്താവിന്റെ ദൂതൻ വന്നിട്ട് ശൗലിനോട് പറയുക, പ്രൈസ് ദി ലോർഡ്, നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയത് നീ ആത്മാവിൽ നിറയുക എന്നുള്ളതാ. ഇത് പറഞ്ഞേച്ച് സ്തോത്രം പ്രാർത്ഥിക്കുമ്പോ തന്നെ ആ 18ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലുള്ളത് കണ്ണിന്ന് വീണ് അവന് കാഴ്ച കിട്ടി. അത്രയേ ഉള്ളൂ. സൗഖ്യം കിട്ടാനായിട്ട് അത്രയേ ഉള്ളൂ. എന്തുവാ? ചെതുമ്പല് പോലെ, ഒരു മറ പോലെ, ഒരു മൂടി പോലെ ചെറുതായിട്ട് ചെതുമ്പല് പോലുള്ളത് വീണ് കഴിയുമ്പോൾ സൗഖ്യമുണ്ടാകും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെതുമ്പൽ വീഴുന്നത് പോലെ എൻ്റെ ശരീരത്തിലുള്ള രോഗം എൻ്റെ ശരീരത്തെ വിട്ട് മാറിപ്പോകും. പ്രാർത്ഥിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെതുമ്പല് ശൗലിന്റെ കണ്ണിൽ നിന്ന് വീണിട്ട് അവന്റെ രോഗം മാറിപ്പോയതുപോലെ യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിന്റെ രോഗം ഇന്ന് പകൽക്കാലം എന്നെ വിട്ട് മാറിപ്പോകും. നാളുകളായി എന്നെ അലട്ടുന്ന, നാളുകളായി എന്റെ ശരീരത്തിനെ ബലഹീനമാക്കുന്ന, നാളുകളായി ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് എന്റെ ശരീരത്തിന്റെ രോഗം ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെതുമ്പലി വീണതുപോലെ കരങ്ങളെ അടിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. ആത്മാവിൽ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്ത് അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. ചെതുമ്പലി വീണതുപോലെ ഇന്ന് പകൽക്കാലം ചില രോഗങ്ങൾ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ശരീരത്തിലേട്ടുന്ന എല്ലാവിധമായ രോഗങ്ങളും രോഗബന്ധനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചെതുമ്പൽ വീണതുപോലെ ശരീരം വിട്ട് മാറട്ടെ. ചെതുമ്പൽ വീണതുപോലെ ശരീരം വിട്ട് മാറട്ടെ. ശരീരത്തെ ബാധിച്ചിരിക്കുന്ന രോഗബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ച് ചെതുമ്പൽ വീണ് മാറിയതുപോലെ എന്റെ ശരീരത്തിൽ രോഗങ്ങളെ ശരീരം വിട്ട് മാറട്ടെ. രോഗം മാറുന്നതല്ല ഏറ്റവും വലിയ വിഷയം. പിന്നെ വിഷയം എന്തുവാ? അവൻ പരിശുദ്ധാത്മപൂർണ്ണൻ ആകേണ്ടതിന്. അടുത്ത ഭാഗം പറയാം, ശൗലേ, നിന്റെ രോഗം, നിന്റെ കണ്ണിന് ചെടുമ്പല് വീഴുന്നതല്ല വിഷയം, നീ പരിശുദ്ധാത്മപൂർണ്ണൻ ആകണം. നീ എന്തുവാ? പരിശുദ്ധാത്മപൂർണ്ണനാകണം എന്ന് പറയണേ. Praise the Lord. You're controlled by the Holy Spirit. You're fully influenced by the Holy Spirit. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കുന്ന അളവിലോട്ട് നീ വളരണം. Praise the Lord.
പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. കർത്താവ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങളാകണം. എന്താണെന്നറിയാമോ? ഇവൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവനെ തകർത്ത് കളയാൻ, ഇവനെ കൊന്നു കളയാനുള്ള വ്യാപാരം പുറത്ത് വ്യാപരിക്കുന്നുണ്ട്. പുറത്ത് വെയിറ്റിംഗ്. അവിടെ നിനക്ക് നിൽക്കണമെങ്കിൽ ഇവിടെ നിന്റെ തലമേൽ എണ്ണ പകരപ്പെടണം. നിനക്ക് പുറത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ നീ ഇവിടെ നിന്റെ തലമേൽ എണ്ണ പകരപ്പെടണം, അഭിഷേക തൈലം വീഴണം, അല്ലെങ്കിൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചേ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറഞ്ഞേ. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് എങ്ങനെ ബലപ്പെടണം? എങ്ങനെ ബലപ്പെടണം? ശക്തിയോടെ ബലപ്പെടണം. ഒന്നുകൂടെ പറഞ്ഞോ. അവന്റെ ആത്മാവിനാൽ. ആരുടെ ആത്മാവിനാൽ? ആരുടെ ആത്മാവിനാൽ? കർത്താവിന്റെ ആത്മാവിനാൽ, അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇത് എന്തുവാ ശക്തി എന്നറിയാമോ? ഇനി ഈ ഭാഗം ഇവിടെ നിർത്തി വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ആദ്യത്തെ ഭാഗത്ത് എന്തുവാ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ആഹാരം കഴിക്കുമ്പോൾ എന്തുണ്ടായി? ബലമുണ്ടായി. നിങ്ങൾ വായിച്ച ഭാഗം ശ്രദ്ധിച്ച് വായിച്ചേ. ആഹാരം കഴിച്ചപ്പോൾ എന്തുണ്ടായി? ബലമുണ്ടായി. എന്നാൽ 22-ാമത്തെ വാക്യത്തിൽ എന്തുവാ പറയുന്നത്? ശൗല് ശക്തിപ്പെട്ടു. ശക്തിപ്പെട്ടപ്പോ എന്തുവാ ചെയ്തേ? ഇവനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന കുറച്ചു പേര് ആ ദേശത്തിലുണ്ട്. അവർ മിണ്ടാതായി പോയി. നിന്റെ ആത്മാവിൽ നീ ശക്തിപ്പെടുമ്പോ നിന്റെ ശത്രു മിണ്ടാതായി പോകും. പ്രൈസ് ദി ലോർഡ്. നീ ആത്മാവിൽ ശക്തിപ്പെടുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന ശത്രു അവൻ സൈലന്റ് ആയി പോകും. നീ ആത്മാവിൽ ബലപ്പെടുമ്പോൾ നിന്റെ ശരീരത്തോട് വ്യാപരിക്കുന്ന രോഗാത്മാവ് സൈലന്റ് ആയി പോകും. നീ ആത്മാവിൽ ശക്തിപ്പെടുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങൾ അത് സൈലന്റ് ആയി പോകും. നീ ആത്മാവിൽ ബലപ്പെടുമ്പോൾ നിനക്കെതിരെ വാദിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ അത് നിന്നെ വിട്ട് മാറിപ്പോകും. ദൈവത്തിന് മഹത്വം കൊടുത്തേ. ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നോക്കിയേ. ശൗലിന്റെ കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് കിട്ടി. പെട്ടെന്ന് കിട്ടും. കാഴ്ച പെട്ടെന്ന് കിട്ടും. ചെതുമ്പല് വീഴുന്നത് പോലെ അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് വീഴുന്ന പോലെ ഇച്ചിരി സമയമുള്ളൂ. അത് കണ്ണിന്നങ്ങ് വീഴും. രോഗം പെട്ടെന്ന് മാറും. എന്നാൽ വേണ്ടത് എന്തുവാ? പരിശുദ്ധാത്മ ശക്തിയാ. ശത്രുവിനെ സൈലന്റ് ആക്കാൻ കഴിയുന്ന, നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ കഴിയുന്ന ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശക്തി വർദ്ധിച്ചാലേ, നീ ആത്മാവിൽ ബലപ്പെട്ടാലേ നിനക്ക് ശത്രുവിനെതിരെ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ, ഈ വാക്യം നിങ്ങൾ മറന്നു പോകരുത്, അടിവരയിട്ട് എഴുതി വെച്ച് എപ്പോഴും നിങ്ങൾ ഓർക്കണം. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ, ഉറക്കെ പറഞ്ഞു, ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലേ പുറത്തുള്ളവന് നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലേ എൻ്റെ ഈ കാണുന്ന പുറമെയുള്ള ശരീരത്തിന് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ശൗല് നല്ല ആഹാരം കഴിച്ചപ്പോൾ ശരീരത്തിന് ബലമുണ്ടായി, പക്ഷെ ശക്തിയില്ല. ശക്തി വരണമെങ്കിൽ അകത്തുള്ളവൻ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അകത്തുള്ളവൻ ബലപ്പെടണമെങ്കിൽ ഞാൻ നന്നായിട്ട് ആരാധിക്കണം. അകത്തുള്ളവൻ ബലപ്പെടണമെങ്കിൽ ഞാൻ നന്നായിട്ട് പാട്ടുപാടി ദൈവത്തിന് മഹത്വം കൊടുക്കണം. അകത്തുള്ളവൻ ബലപ്പെടണമെങ്കിൽ ഞാൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കണം. അകത്തുള്ളവൻ ബലപ്പെടണമെങ്കിൽ ഞാൻ വചനം വായിക്കണം. അകത്തുള്ളവൻ ബലപ്പെടണമെങ്കിൽ ഞാൻ ആത്മാവിൽ ആരാധിക്കണം. അകത്തുള്ളവൻ ബലപ്പെടണമെങ്കിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അകത്തുള്ളവൻ ബലപ്പെടണമെങ്കിൽ എൻ്റെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടു നിന്നാലേ എനിക്ക് പുറമേ ഉള്ളവന് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. പുറമേ ഉള്ളവന്റെ വിഷയത്തിന് മാറ്റം വരണമെങ്കിൽ അകത്ത മനുഷ്യൻ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസുഖം അവരെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. നിങ്ങൾക്ക് ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോകുമ്പോൾ തിമ്നയുടെ മുന്തിരിത്തോട്ടത്തിന് അരികെ വെച്ച് എന്ത് വരുവാ?
പറഞ്ഞേ, ഒരു ബാലസിംഹം വരിക. ഈ ബാലസിംഹം വരുമ്പോ ശിംശോൻ എന്തുവാ ചെയ്യുന്നേ? അവന്റെ കയ്യിലിരിക്കുന്ന ഉറയിലുള്ള വാൾ എടുത്തേച്ച് ബാലസിംഹത്തിന്റെ വാരിയിൽ നോക്കി ഒരൊറ്റ കുത്തിട്ട് കൊടുത്തു, അല്ലേ? അല്ല, പിന്നെ എന്തുവാ നടന്നേ? യഹോവയുടെ ആത്മാവ്, ഇത് ശ്രദ്ധിച്ചോ, നിന്റെ മേൽ ബാലസിംഹം വരുമ്പോ നിന്റെ തലമേൽ അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ തലമേൽ എണ്ണയുണ്ടെങ്കിൽ, നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെട്ട ശത്രുവിനെ തകർത്ത് കളയുവാനുള്ള അഭിഷേകമാ നിന്റെ തലമേൽ തന്നിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ഈ ഇരിപ്പൊന്നും പോരാ. നിങ്ങൾക്ക് ഒരു പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, ഈ ശക്തി വരുന്നത് വരെ നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. യേശു കർത്താവ് ജനിച്ചത് പരിശുദ്ധാത്മ ശക്തിയില്ല. യേശു കർത്താവ് സ്നാനപ്പെട്ടവരും പരിശുദ്ധാത്മാവ് വന്നു. യേശു കർത്താവിന്റെ ശുശ്രൂഷ അത് പരിശുദ്ധാത്മാവില്ല. അപ്പോസ്തലപ്രവൃത്തി 10-ാം-അധ്യായം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും പ്രൈസ് ദി ലോർഡ് യേശു കർത്താവിനെ അഭിഷേകം ചെയ്തിട്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്തു. അന്ന് പറഞ്ഞാൽ യേശു കർത്താവ് അത്ഭുതം ചെയ്തത് പരിശുദ്ധാത്മ ശക്തിയില്ല എന്ന് റോമർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു കർത്താവിനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അതേ ശക്തി ഇച്ചുപോലും മാറ്റുകുറയാതെ എന്റെയും നിങ്ങളോടും കൂടെ ഇരിക്കാൻ, എന്നേക്കും എന്നോടും നിങ്ങളോടും കൂടെ ഇരിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നോക്കിയ തിമ്നയിലേക്ക് പോയ ശിംശോൻ, അവനെതിരെ ഒരു ബാലസിംഹം വരുമ്പോ അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ, ഈ അവന്റെ ബാലസിംഹം വരുമ്പോ ആദ്യം എന്തുവാ സംഭവിച്ചേ? അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? അവന്റെ മേൽ ആത്മാവ് വന്നപ്പോ അവൻ എന്താ ചെയ്തേ? ബാലസിംഹത്തിനെ എങ്ങനെ കീറിക്കളഞ്ഞു? ആട്ടിൻകുട്ടിയെ കീറിക്കളയുന്ന പോലെ ഈ സിംഹത്തെയും ബാലസിംഹത്തെയും ഒരുപോലെ കാണാൻ പറ്റും? ബാലസിംഹത്തെയും ആട്ടിൻകുട്ടിയെ ഒരുപോലെ കാണാൻ പറ്റുമോ? ഇല്ല, രണ്ടാ. ബാലസിംഹത്തെ നിങ്ങൾ പിടിക്കാൻ പോയാൽ അത് കടിച്ചു കീറും. ആട്ടിൻകുട്ടിയാണെങ്കിൽ മിണ്ടാതിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ നിന്റെ ശത്രു നിന്റെ അടുക്കൽ വരുമ്പോ അവൻ വാതുറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശത്രു നിന്റെ നേരെ വരുമ്പോ അവൻ വാതുറക്കാതെ വണ്ണം അവന്റെ വായടപ്പിച്ച് കളയുന്ന അഭിഷേകമാ നിന്റെ തലമേൽ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഇപ്പൊ തകർത്ത് കളയും. ഞാൻ ഇന്ന് നിന്നെ തീർത്ത് കളയും. നീ നാളെ നേരം വെളുപ്പിക്കത്തില്ല, നീ നാളെ ഈ രാത്രി നീ മുഴിപ്പിക്കത്തില്ല എന്ന് പറയുന്ന ശത്രുവിനെ നിന്റെ മുമ്പിൽ മിണ്ടാതാക്കുന്ന അഭിഷേകമാ നിന്റെ തലമേൽ വ്യാപരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് പ്രൈസ് ദി ലോർഡ് ഒരാട്ടിൻകുട്ടിയെ പോലെ അതിനെ കീറിക്കളഞ്ഞു. കയ്യിലൊന്നും ഇല്ലാതിരിക്കുക. അപ്പനും അമ്മ ഇതൊന്നും അറിഞ്ഞില്ല. ഇതാണ് എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, നിങ്ങൾ പറഞ്ഞ ബാക്കി, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. കാണാൻ പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ നിങ്ങൾ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്തുവാ കർത്താവിന്റെ വചനം പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇതേ ശക്തിയാണ് എനിക്ക് പ്രൈസ് ദി ലോർഡ് ദമസ്കസിൽ വെച്ച് പകരപ്പെട്ടത്. ഇത് എഴുതിയത് അപ്പോസ്തലനായ പൗലോസാ. എഫേസ്യ ലേഖനം എഴുതിയത് ദൈവസഭയ്ക്ക് എഴുതിയിട്ട് പറയുക, പ്രൈസ് ദി ലോർഡ്, വെറുതെ അങ്ങ് പോകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, നമ്മൾ പള്ളിയിൽ പോയി 2 പാട്ടും പാടി ഒരു സങ്കീർത്തനമൊക്കെ വായിച്ച് പ്രൈസ് ദി ലോർഡ് ഒന്ന് കൈയടിച്ച് ആരാധിച്ചിട്ട് വീട്ടിൽ പോകാനുള്ളതല്ല. ഒരു ദൈവ പൈതല് ആത്മീയം തിരിച്ചറിഞ്ഞോളണം. എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അനന്യാസ് വന്നിട്ട് വേണമെങ്കിൽ പറയായിരുന്നു, പ്രൈസ് ദി ലോർഡ്, ശൗലേ, നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയ ശേഷം നീ എന്ത് ചെയ്യണം? കർത്താവ് ആരെന്ന് തിരിച്ചറിയണം. അതൊന്നും അല്ല പറഞ്ഞത് എന്തുവാ? നീ പരിശുദ്ധാത്മപൂർണനാകണം. നീ പരിശുദ്ധാത്മപൂർണനായാൽ you will be controlled by the Holy Spirit. നിന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. You be filled with the Holy Spirit. You be controlled by the Holy Spirit. You should be strengthened by the Holy Spirit. നീ പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നീ നിയന്ത്രിക്കപ്പെടണം. Praise the Lord. Hallelujah. ഈ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളതിൻ്റെ പരിഭാഷ അതിന് ഇംഗ്ലീഷിൽ ഇൻവിഗറേറ്റിംഗ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിൽ പ്രൊവൈഡ് ദ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത്. ജഡത്തിന് നൽകാൻ കഴിയാത്ത അസാധാരണമായ ശക്തിയാ പ്രൈസ് ദി ലോർഡ് നിന്റെ തലമേലുള്ള അഭിഷേകം തരുന്നേ. പ്രൈസ് ദി ലോർഡ്.
ജഡത്തിന്, നിന്റെ ശരീരം കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയാത്ത, നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയാത്ത, നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ നീ ചെയ്യും. ഫിലിപ്പിലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാൻ. എല്ലാരും പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായും. കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇതെങ്ങനെ പഠിക്കും, ഈ സബ്ജക്റ്റ് ഞാൻ എങ്ങനെ പഠിക്കും, ഈ പ്രോജക്റ്റ് ഞാൻ എങ്ങനെ ചെയ്യും, ഈ കാര്യം ഞാൻ എങ്ങനെ തീർക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. പറഞ്ഞു പ്രാർത്ഥിച്ചേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. നിന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ കൊണ്ട് കഴിയത്തില്ല, ഇത് ചെയ്യാൻ നിനക്ക് ബുദ്ധിയില്ല, ഇത് ചെയ്യാൻ നിനക്ക് കഴിവില്ല, അങ്ങനെ കേട്ട വാക്കുകൾക്ക് നടുവിൽ ഇന്ന് പൽക്കാലം പറഞ്ഞേ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് കഴിയില്ലാത്ത, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലൂടെ തമ്പുരാൻ ചെയ്തെടുക്കും. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. എന്തുവാ അപ്പോസ്തലനായ പൗലോസ് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മ പൂർണ്ണനായപ്പോൾ എന്തുവാ സംഭവിച്ചത്? അപ്പോസ്തലനായ പൗലോസ് മറുപടി പറയുന്നത് 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുവാ പറയുന്നത്? അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന, എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആരുടെ സ്വർഗത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വിശ്വസിക്കുന്ന, എനിക്ക് വേണ്ടി ഒരുപക്ഷെ ഈ സ്ഥലത്തിരുന്ന് ആരും അറിയാതെ എന്റെ മുറിക്കകത്തിരുന്ന് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന സ്വർഗത്തിന്റെ ശക്തിയുടെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് വേണ്ടി പറയുക. പൗലോസ് പറയുക, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് ഇവരൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. പൗലോസെ, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകുന്നതിന്റെ കാര്യം ഒന്നെന്നറിയാമോ? നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെട്ട് നീ ശക്തിയുള്ളതായി തീരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മ ശക്തി നിന്നെ പൊതിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നീ ഭയപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളെ നോക്കി നീ ഭയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രു സൈലന്റ് ആയി പോകും. നീ ഏത് വിഷയത്തിന്റെ പുറത്താണോ നിന്നെ തകർത്ത് കളയുവാൻ ശത്രു ശ്രമിക്കുന്നുവോ, ആ ശത്രുവിനെ നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് നീ പറയും, യേശുവിന്റെ നാമത്തിൽ നീ എന്നെ വിട്ട് മാറിപ്പോ. അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ രോഗത്തിന് നിന്റെ ശരീരത്തിൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മ പൂർണ്ണനായി കഴിയുമ്പോൾ ചെതുമ്പല് വീണതുപോലെ നിന്റെ രോഗങ്ങൾ നിന്റെ ശരീരം വിട്ട് മാറിപ്പോകും. ഇന്ന് പകൽക്കാലം ആ ശക്തി ഒന്ന് ശരീരത്തിൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ. ആ ഉയരത്തിലെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ശരീരത്തിലൊന്ന് അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ആ ശരീരത്തിലെ കർത്താവിന്റെ ആ ശക്തി ഒന്ന് അനുഭവിച്ചറിഞ്ഞേ. നമ്മുടെ കരങ്ങൾ, നമ്മുടെ ശരീരങ്ങളിൽ ദൈവശക്തി ഒന്ന് അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ആ ശക്തി പകരപ്പെടട്ടെ, ആ ശക്തി പകരപ്പെടട്ടെ. എല്ലാവരും ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് ആ ശക്തിക്കായി പ്രാർത്ഥിച്ച്, കർത്താവേ, പൗലോസിന്റെ മേൽ പകരപ്പെട്ട ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ഞങ്ങളുടെ ശരീരത്തിൽ പകരപ്പെടണം, അത് ഞങ്ങളുടെ ശരീരങ്ങളിൽ പകരപ്പെടണം. അത് ഞങ്ങളുടെ രോഗത്തെ മാറ്റട്ടെ, അത് ഞങ്ങളുടെ വല്ലായ്മകളെ മാറ്റട്ടെ, അത് ഞങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റട്ടെ, അത് ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗം വിട്ടു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗം വിട്ടു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടവ്യാപാരങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം, അളവറ്റ വലിപ്പം
പ്രൈസ് ദി ലോർഡ്. ആ ശക്തി നിങ്ങൾ പ്രാർത്ഥന മുറിയിൽ അനുഭവിച്ചറിയണം. ആ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ ശക്തി ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. ആ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ രോഗത്തിന് നിൽക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ 12 വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആരാ എന്നെ തൊട്ടതെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, ഒരുപാട് പേര് ഇങ്ങനെ തിക്കി തിരക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു പറഞ്ഞു, എല്ലാവരും തിരക്കിയതുപോലെയല്ല, ആരോ ഒരാൾ എന്നെ പറഞ്ഞു എന്നെ തൊട്ടു. എങ്ങനെ അറിഞ്ഞു? എന്റെ ശരീരത്തിൽ നിന്ന്. കണ്ടോ? യേശുവിന്റെ ശക്തിയെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇത് രണ്ടും രണ്ടല്ല, ഒന്നാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിന്റെ ശക്തിക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നത്. ആ ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു. ആരോ ഒരാൾ ആവശ്യ ഭാരത്തോടെ, ആരോ ഒരാൾ കണ്ണുനീരോടെ, ആരോ ഒരാൾ വലിയ ആഗ്രഹത്തോടെ വന്ന് എന്നെ പകൽക്കാലം തൊട്ടു. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ശക്തി അത് വിടുവിക്കുന്നതാ, അത് സൗഖ്യമാക്കുന്നതാ, അത് ഏത് രോഗത്തെയും മാറ്റുന്നതാ. ശിംശോനെ ഫെലിസ്ത്യർക്ക് എന്നും പേടിയാ. ഇവനെ കൊണ്ട് അവർക്കൊരു സമാധാനമില്ല. അപ്പൊ അവരെന്താ ചെയ്തെന്നറിയാമോ? ഫെലിസ്ത്യർ ശിംശോന്റെ ഭാര്യയെ ചട്ടം കെട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, ശിംശോനെ പിടിച്ചു. ശിംശോന്റെ ബലം, ശക്തി അവന്റെ തലമുടിയിലെന്നാണ് അവനും അറിയുന്നത്. അപ്പൊ അവനവന്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ തലമുടിയിലാണ് ശക്തി ഇരിക്കുന്നത്. അപ്പോൾ അവനെ ഉറകെ കടത്തി വെച്ച് ഫെലിസ്ത്യരെയൊക്കെ വിളിപ്പിച്ചു. ഇന്നത്തെ ഫെലിസ്ത്യരെയൊക്കെ വിളിപ്പിച്ചു. അവർ വന്നു. പ്രൈസ് ദി ലോർഡ്. ഇവൻ്റെ തലമുടിയെല്ലാം മൊട്ടയടിച്ച്, മുടി മുറിച്ചു മാറ്റുന്നതിന് പറയും ഇവന് മൊട്ടയടിച്ച്, ഇവനെ കിട്ടും ശക്തി വേണ്ട എന്ന് പറഞ്ഞ് ഇവൻ്റെ തലമുടിയെല്ലാം മൊട്ടയടിച്ച് കളഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ഇവൻ എങ്ങനെ ഇരിക്കുക. അവൻ ചാടി എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് തടകുടി നോക്കുമ്പോഴത്തേക്കും പണ്ടെല്ലാം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ മേൽ ശക്തി വരും. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ശത്രുവിനെ തോപ്പിച്ച് കളയും. ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശക്തി അങ്ങ് പോയി. അവൻ എഴുന്നേറ്റ്, അവന് മനസ്സിലായി അവൻ്റെ ശക്തി അവനെ വിട്ട് മാറിപ്പോയി. ശത്രു അവനെ പിടിച്ചു. നേരെ പ്രൈസ് ദി ലോർഡ് ഫെലിസ്ത്യരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവനെ കെട്ടിയിട്ടിരിക്കുക. ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോനെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുക. അവനെ കെട്ടിയിട്ട അവൻ്റെ ദൈവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഒരു കൈ ഇടതേ കൈ ഒരു തൂണിലും വലത്തെ കൈ അടുത്ത പില്ലറിലും അടുത്ത തൂണിലും അവനെ കെട്ടിവെച്ചിട്ട് അവനോട്, പ്രൈസ് ദി ലോർഡ്, അവൻ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. അവസാന ദിവസം വന്നപ്പോൾ പറഞ്ഞു, ശിംശോനെ ഞങ്ങൾ അടുക്കലേക്ക് കൊണ്ടുവരണം, അവൻ നൃത്തം ചെയ്യുന്നത് ഞങ്ങൾ കാണണം. അഭിഷേകമുള്ളവനാ, തലയിൽ എണ്ണയുള്ളവനാ, ദൈവത്തിന്റെ ആത്മാവ് അധിവസിച്ചവനായ ശിംശോന്റെ കാര്യം ഞാനീ പറയുന്നത്. അവന്റെ ഒരു കൈ ഒരു തൂണിലും മറ്റേ കൈ മറ്റേ തൂണിലും അവനെ കെട്ടിയിട്ടിട്ട് പ്രൈസ് ദി ലോർഡ് അവൻ നൃത്തം ചെയ്യുന്നത് കാണാൻ പ്രൈസ് ദി ലോർഡ് ആഗ്രഹിച്ചിട്ട് ഫെലിസ്ത്യർ പറഞ്ഞു അവനെ ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ടുവന്ന് അവനെ കെട്ടിയിട്ടു. അവൻ അവിടെ നിന്ന് ബാല്യക്കാരനോട് ചോദിച്ചു, ഈ തൂൺ ഏത് ഭാഗത്താണ് വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ആ ക്ഷേത്രത്തിന്റെ മധ്യത്തിലൂടെ തൂൺ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് ചോദിച്ചു. അവരത് പറഞ്ഞു കൊടുത്തു. ഒരു കൈ ഒരു തൂണിലും മറ്റേ തൂണിലും ചേർത്ത് നിർത്തിയിട്ട് അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്കറിയാം ഇതെന്റെ അവസാനമാ, എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. ഇത്രയും നാളും എൻ്റെ മേൽ പകരപ്പെട്ട ആ ശക്തി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. അവനങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞതും അവന്റെ മേൽ ആ ശക്തി ഇറങ്ങി വന്നു. ഉയരത്തിലെ ശക്തി അവന്റെ മേൽ പകരപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ പകരപ്പെട്ടു. അവന്റെ കൈ രണ്ടുകൊണ്ടും അവൻ വലിച്ചു താഴോട്ട് കുനിഞ്ഞതും പ്രൈസ് ദി ലോർഡ് അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാളും അധികം ശത്രുക്കളെ കൊന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ശിംശോൻ അവിടെ അവസാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കൾ വിചാരിച്ചു ഇവന്റെ തലമുടി വെട്ടിയാൽ ഇവന്റെ ശക്തി പോകും. പ്രൈസ് ദി ലോർഡ്. ഇവനെ ഒന്ന് പടം ചെലുത്തിയാൽ ഇവന്റെ ശക്തി അങ്ങ് പോകും. ഇവനെ നാണം കെടുത്തിയാൽ ഇവന്റെ ശക്തി പോകും. ഇവളെ ജോലി പോയാൽ ശക്തി പോകും. സമ്പത്ത് പോയാൽ ശക്തി പോകും. രോഗം പോയാൽ പ്രൈസ് ദി ലോർഡ് വന്നു കഴിഞ്ഞാൽ ശക്തി പോകും. ഇതിലൊന്നുമല്ല ശക്തി നിൽക്കുന്നത്. ഒരു ആത്മീകൻ എപ്പോ പ്രാർത്ഥിപ്പാൻ തയ്യാറായാലും അവന്റെ മേൽ പകരപ്പെടുന്ന ഉയരത്തിലെ ശക്തി നിന്റെ ശത്രുവിനെ മിണ്ടാതാക്കാൻ കഴിയുന്നതാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേലുള്ള അഭിഷേകം, നിന്റെ മേലുള്ള ശക്തി, അത് ശത്രുവിനെ തകർക്കാൻ കഴിയുന്നതാ. അത് ശത്രുവിനെ സൈലന്റ് ആക്കാൻ കഴിയുന്നതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ശക്തിക്കായി പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ പ്രൈസ് ദി ലോർഡ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ. എന്തുവാ? ഈ ശക്തിക്കായി, അവിടുത്തെ ശക്തി എൻ്റെ മേൽ പകരപ്പെടാനായിട്ടാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ അകത്ത മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടാൻ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണു നടത്തി ദൈവത്തോടൊന്ന് പറ, കർത്താവേ, കയ്യിലൊന്നുമില്ലാതിരുന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരപ്പെട്ടപ്പോൾ ശിംശോൻ എങ്ങനെയാണോ ഒരു ആടിനെ കൊന്നു കളഞ്ഞതുപോലെ, ഒരു ബാലസിംഹത്തെ അവൻ കൊന്നു കളഞ്ഞതോ,
ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ ആ ശക്തി പകരപ്പെടട്ടെ. ആ ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ പൊതിയണം കർത്താവേ. അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടാനായിട്ട് ഉയരത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവേ. ചെതുമ്പൽ വീണതുപോലെ ഞങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ചെതുമ്പൽ വീണതുപോലെ ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗബന്ധനങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ചെതുമ്പൽ വീണതുപോലെ നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ചെതുമ്പൽ വീണതുപോലെ ശരീരത്തോട് പോരാടുന്ന രോഗാത്മാവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ശരീരങ്ങളെ വിട്ടുമാറിപ്പോകട്ടെ. ചെതുമ്പൽ വീണതുപോലെ നാളുകളായി ഞങ്ങളുടെ ശരീരത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും, എല്ലാ രോഗാത്മാവ് രോഗത്തിന്റെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അത് വിട്ടു മാറിപ്പോകട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ പൊതിയണം. പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾ ശക്തിയോടെ ബലപ്പെടുവാൻ, ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മ ശക്തിയിൽ ഞങ്ങൾ ജീവിപ്പാൻ സ്വർഗമേ അവിടെ നിന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥനയായി സ്തോത്രം, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം. മഹത്വം പൊന്നു തിരുമേനിക്കായിരിക്കട്ടെ. സകലവും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേട്ടുമ്പോൾ തരണം പ്രിയ പിതാവേ. ആമേൻ.